ഹലോ, നിങ്ങള് മാങ്ങാത്തര കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് അതൊന്ന് ട്രൈ ചെയ്താലോ? ഈ മാങ്ങാത്തര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഉണ്ടാക്കിയപ്പോ അത് ഭയങ്കര സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട്. ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മള് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഈ രീതിക്ക് ഉണ്ടാക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പുളിമിഠായിയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവൂലെ, അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇച്ചിരി മധുരവും പുളിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് ആണിത്. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നമുക്ക് മാങ്ങാത്തര ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങ നോക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി പുളിയുള്ള മാങ്ങയാണ്, പുളിയില്ലാത്ത മാങ്ങയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 3 മാമ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൽ തരികളൊന്നും പാടില്ല. ഇനി തരികളുണ്ടെങ്കിൽ തന്നെ അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അരിച്ചെടുത്തത് നമുക്കിനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമുള്ള മാമ്പഴാണെച്ചാൽ അത് നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിലെ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് പാത്രത്തിലേക്ക് മാറ്റുന്നതിനേക്കാൾ മുന്നേ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് എത്രയോ കനം കുറച്ച് പരത്താൻ പറ്റുന്നോ അത്രയും കനം കുറച്ച് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. ഞാനിവിടെ 2 വലിയ പാത്രത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഒരു ദിവസം ഫുള്ള് വെക്കുന്നതാവും നല്ലത്. എനിക്കിതുപോലെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേ ദിവസം കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റൂ കേട്ടോ. നമ്മുടെ മാങ്ങാത്തര ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നമ്മുടെ പുളിമിഠായിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഉണ്ടാക്കിയെന്നുള്ളൂ, ഞാൻ കഴിച്ചിട്ടില്ല. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ഇതുപോലെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നമ്മുടെ പുളിമിഠായിയൊക്കെ കഴിക്കണ പോലെ എന്തായാലും അതൊക്കെ കഴിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റ്. നമുക്ക് മാമ്പഴക്കാലൊക്കെ കഴിഞ്ഞാലും മാമ്പഴമൊക്കെ കുറെ കിട്ടുന്നവരുണ്ടല്ലോ. ഈ മാമ്പഴം കിട്ടിയിട്ട് എന്ത് ചെയ്യും, കളയാൻ പറ്റില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഷുഗറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന ആൾക്കാരോ ഡയബറ്റിക് ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പകരം നമുക്ക് മാങ്ങ വെറുതെ മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ച ശേഷം ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഒന്ന് വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഷുഗർ ചേർക്കണ്ട. അല്ലെങ്കിൽ നല്ല മധുരമുള്ള വാങ്ങിയാണെന്ന് നമുക്ക് ഷുഗർ ഒന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.